ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുന്ന മീനാക്ഷിയാണ്. അതേസമയം മൈഥിലി വൈശാഖിന്റെ അടിയേറ്റ് താഴെ കിടക്കുകയാണ്. വൈശാഖ് മൈഥിലിയെ വലിച്ച് സ്റ്റോർ റൂമിലേക്ക് കൊണ്ട് കിടത്തുന്നു. ഇനി നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാമെന്ന് മനസ്സിൽ പറയുകയാണ് വൈശാഖ്. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജിയുടെ ഭർത്താവിനെയാണ്. അനന്തഗോപൻ ഇന്ദ്രജിയുടെ ഭർത്താവിനെ വിളിക്കുകയാണ്. ഉടവാള് കിട്ടിയ കാര്യവും തുടർന്ന് തനിക്കുള്ള വ്യവസ്ഥകളെക്കുറിച്ചും എല്ലാം തന്നെ അനന്തഗോപൻ പറയുമ്പോൾ അതിനെല്ലാം ഇന്ദ്രജിയുടെ ഭർത്താവ് സമ്മതം മൂളുന്നു. അതേസമയം ആ ഗുണ്ടകള് മൈഥിലിയുടെ കുഞ്ഞിനെ കൊണ്ട് ഇന്ദ്രജിയുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവർക്ക് വേണ്ട കാശ് കൊടുത്ത് പറഞ്ഞു വിട്ടതിന് ശേഷം തെരുവിൽ ഭിക്ഷ എടുക്കുന്ന ഒരാളെ വിളിച്ച് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്താനായി പറയുകയാണ് ഇന്ദ്രജയുടെ ഭർത്താവ്. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയാണ്. സാവിത്രി ഇതിനോടകം തന്നെ അനന്തഗോപന് വാള് കൈമാറിയിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വാളിന്റെ വിലയും കൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് അനന്തഗോപൻ അവിടെ നിന്ന് വാളും കൊണ്ട് പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ്. മീനാക്ഷി പോകുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകള് മീനാക്ഷിയെ കാണുകയും മീനാക്ഷിയെ പിടിക്കാൻ നോക്കുകയും ചെയ്യുന്നു. ഭയന്നോടുന്ന മീനാക്ഷിയാണ് കാണിക്കുന്നത്. അങ്ങനെ മീനാക്ഷി അവരിൽ നിന്ന് ഭയന്നോടി ഒരു സ്ഥലത്തെത്തി നിൽക്കുകയാണ്. മീനാക്ഷി തന്നാലാവും വിധം അവരെയൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗുണ്ടകൾ മീനാക്ഷിയെ കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുന്നു. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. മീനാക്ഷിയെ ഗുണ്ടകളുടെ അടുത്ത് നിന്ന് രക്ഷിക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി എങ്ങനെയൊക്കെയോ ഇന്ദ്രജയുടെ വീട്ടിലെത്തിയിരിക്കുന്നതാണ്. അതേസമയം തന്നെയായിരുന്നു മീനാക്ഷിയുടെ കുഞ്ഞിനെ ഇന്ദ്രജയുടെ ഭർത്താവ് ആ ഭിക്ഷക്കാരിക്ക് കൈമാറിയത്. ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മീനാക്ഷി. അതേസമയം വൈശാഖും ഇന്ദ്രജയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. മൈഥിലി മരിച്ച കാര്യവും തനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചും ഒക്കെ തന്നെ വൈശാഖ് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ അതേസമയം തന്നെയായിരുന്നു അനന്തഗോപൻ വാളും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വൈശാഖ് നൽകിയ വ്യാജനായ ഉടവാള് വൈശാഖിന് തന്നെ കൊടുത്തിട്ട് ഇന്ദ്രജയുടെ ഭർത്താവ് പറയുകയാണ്, ഇതോടുകൂടി നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും തീർന്നിരിക്കുന്നു. ഇനി വൈശാഖും ഞങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഉടവാളും തൻ്റെ കുഞ്ഞും ഒക്കെ കൂടി കണ്ടിട്ട് ആകെ ഞെട്ടലോടെ നിൽക്കുന്ന മീനാക്ഷിയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.